തമിഴ്നാട് പോലീസ് മേധാവി DGPയുടെ പ്രതികരണം കൂടി കേൾക്കാം. இதில் பர்மிஷன் கேட்டது காலையில் 3லேருந்து மதியம் 3லேருந்து 10 மணி வரைக்கும் தான் பர்மிஷன். அந்த தமிழக வாழ்வுரிமை கட்சி ட்விட்டரில் அவங்க ஹெட் குவார்ட்டர்ஸ் ட்விட்டரில் 12 மணிக்கு வருவாருன்னு போட்டிருந்தாங்க. 11 மணிலேருந்து உங்களுக்கு கூட்டம் வர ஆரம்பிச்சிருது. கடைசியாக இவர் வரும்போது 7:40. ஆமாம், தமிழக வெற்றி கழகம் தான். என்ன கடைசியாக இவங்க வரும்போது 7:40 ஆயிடுது. அதனால காலையில் 11-12லேருந்து சேர்ந்த கூட்டம் அங்கேயே இருந்தது. அவங்களுக்கு போதுமான அளவு தண்ணி சாப்பாடு இதெல்லாம் இருக்காது இந்த வெயில் நிலைமையில். DGPയുടെ പ്രതികരണമാണ് കണ്ടത്. 3 മണി മുതൽ 10 മണി വരെയായിരുന്നു പരിപാടിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ആളുകളെത്തി. വിജയ് വന്നപ്പോൾ വൈകി. അതേസമയം തന്നെ ജനക്കൂട്ടം അനിയന്ത്രിതമായി എന്നതാണ് DGPയുടെ പ്രതികരണം. പോലീസ് എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായും കോടതിയിൽ ഉൾപ്പെടെ വിശദീകരിക്കേണ്ടി വരും. DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം വലിയ ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. തമിഴ്നാട് മാത്രമല്ല, രാജ്യമാകെ ആ ദുരന്ത മുഖത്താണ്. അതും ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ഇങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായി എന്നത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നുമല്ല. തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇതെങ്ങനെ മാറ്റിമറിക്കും, ഏതെങ്കിലും തരത്തിൽ മാറ്റിമറിക്കുമോ? ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? DMK ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുമ്പോൾ? സർക്കാർ വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭാ യോഗം ചേരുന്നു, നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആശുപത്രികളിലേക്ക് മന്ത്രിമാർ എത്തുന്നു, മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു തുടങ്ങിയ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത്